നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. താൻ ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് എന്താ കാര്യം മാതിരി? എന്നാലും ഈ കുടുംബത്തിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വഴക്കുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആനന്ദേട്ടാ. മധുമതി സ്നേഹയും അവളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ പൂജയും സ്വാഭാവികമായി തിരിച്ചു പറഞ്ഞതായിരിക്കും. സാരമില്ല, അത് വിട്ടേക്കേ. അവര് പറഞ്ഞത് ശരിയാ. അപകടത്തിന് ശേഷം അവളുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും പൂജ പണ്ട് സംസാരിക്കുമായിരുന്നില്ലല്ലോ. ഇനി ചിലപ്പോ പണ്ട് പൂജയെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് നമ്മളോടങ്ങനെ പെരുമാറിയതാണെങ്കിലോ? അങ്ങനെ ആ രീതിയിൽ പെരുമാറാൻ നമ്മുടെ പൂജമുക്ക് കഴിയൂ ആനന്ദേട്ടാ? എല്ലാ മനുഷ്യരിലും രണ്ട് വശങ്ങളുണ്ട് മാതിരി. ചിലരിൽ ചില സമയത്ത് അത് പുറത്തേക്ക് വരുന്നു മാത്രം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവാൻ കാരണം എന്താണെന്ന്. തനിക്ക് മനസ്സിലായിട്ടുണ്ടോ അതിന്റെ കാരണം? ആനന്ദേട്ടൻ പറ. നമ്മൾ ഇപ്പോഴും കൂട്ടുകുടുംബമായി ജീവിക്കുന്നു തന്നെ. എന്നുവെച്ചാ? എടോ, തന്റെ എന്നെയും പോലുള്ള തലമുറയല്ല ഇന്ന്. നമുക്കെല്ലാവരും ഒപ്പം വേണമെന്നാണ് ആഗ്രഹം. അതനുസരിച്ചാ നമ്മൾ കുടുംബം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർ കുറെ കൂടി സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരാ. അതിനും നമ്മൾ ആരുടെ സ്വകാര്യതയിലൊന്നും ഇടപെടുന്നില്ലല്ലോ. തനിക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ ചോദിക്കട്ടെ, സ്നേഹ അഖിലും എന്താ അവരുടെ വീട്ടിലേക്ക് മാറിയത്? അത് അന്നുണ്ടായ സംഭവങ്ങൾ വെച്ചിട്ട് അവർക്ക് അവരുടേതായ പ്രൈവസി വേണോന്ന് തോന്നി അല്ലേ? ദത്തനും ഭാര്യയും മിക്കവാറും അവിടെയില്ല. ഫലത്തിൽ അവർ ഒറ്റയ്ക്ക് കഴിയുന്ന ഫീലാണ്. അപ്പോ കൂടെ ആളുണ്ടാവുന്നത് പ്രശ്നമാണെന്നാണോ? വല്ലപ്പോഴും എല്ലാവരുടെ ഒപ്പം 1-2 ദിവസം താമസിച്ച് വീണ്ടും അവനവന്റെ കൂട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കിട്ടുന്ന സുഖം കൂട്ടുകുടുംബത്തിൽ കിട്ടില്ലെന്ന് പുതിയ പിള്ളേർക്കറിയാം. അത് പൂജയ്ക്കും ബാധകമല്ലേ? പക്ഷെ പൂജ വളർന്നത് ഒരുപാട് ആളുകളുള്ള ആശ്രമത്തിലല്ലേ? അതുകൊണ്ടെന്താ കുറച്ചു കാലം ഭർത്താവ് മൊത്തം ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് അവൾക്ക് തോന്നിക്കൂടെ? ആനന്ദേട്ട എല്ലാവരെയും തമ്മി പിരിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? പിരിക്കണമെന്നല്ല, പിരിഞ്ഞു പോണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെങ്കിൽ അതിന് നമ്മൾ എതിരല്ലെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഓരോരുത്തർക്കും വേണ്ടത് കൊടുക്കാം. എല്ലാവരും സെപ്പറേറ്റ് ആയിക്കോട്ടെ. അമ്മയ്ക്കത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഏട്ടന്? താങ്ങിയേ പറ്റൂ. അമ്മയോട് സംസാരിക്കാം. സംസാരിച്ച് സമ്മതിപ്പിക്കണം. വേറെ വഴിയില്ല മാതിരി. അയ്യോ, നീ രാവിലെ തന്നെ അടുക്കള കയറിയോ? ഇനി അതിന്റെ പേരിലെ കുഴപ്പം വേണ്ടാന്ന് കരുതി. നീ ഇപ്പോഴും എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ മധു? ഞാൻ മാത്രമാണോ? ചേച്ചിയുടെ മനസ്സിൽ ചിലതൊക്കെ ഇല്ലേ? ഇല്ലെന്ന് എന്നോട് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. പക്ഷെ മനസ്സിൽ കിടന്ന് കുഴഞ്ഞു മറിയുന്നത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മധു പറഞ്ഞത് ശരിയാ. സത്യം പറഞ്ഞ എനിക്കൊരു മനസ്സമാധാനമില്ല. എന്തു പറ്റി? ഇനിയിപ്പൊ എന്താ പറ്റേണ്ടത്? ആ, അമ്മ എവിടെ? മുറിയിലുണ്ട്. അമ്മ അറിയുമ്പോ എന്താവൂന്ന് ഓർത്ത് എനിക്ക് ഒരു സ്വസ്ഥതയില്ല മധു. ഇവിടെ നടന്ന എല്ലാ കാര്യവും അമ്മയ്ക്ക് അറിയാവുന്നല്ലേ? അതല്ല, പിന്നെ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇന്നലെ ആനന്ദേട്ട ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നോണ്ടാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്ന്. അതുകൊണ്ട് ഭാഗം പിരിഞ്ഞ് എല്ലാവരും മാറണമെന്ന്. ഭാഗം പിരിയേ? ആ, കേട്ടപ്പോ എനിക്കും വല്ലായ്മ തോന്നി. അമ്മ അറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതിനും അമ്മ അതിന് സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഈ വീടും പറമ്പും അമ്മയുടെ കാലം കഴിയുന്നവരെ ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല. സാധാരണ വീടുകളിൽ കാണുന്ന പോലെ എല്ലാവർക്കും ഉള്ളത് വീതിച്ചു കൊടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിലുമായി അമ്മ മാറി മാറി താമസിക്കുമെന്ന് മാധുരി ചേച്ചി കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. മാത്രമല്ല, ഇത് കേട്ട അമ്മ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാന്ന് എനിക്ക് പേടിയുണ്ട്. ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. അത് മാധുരി ചേച്ചിക്ക് മുമ്പ് തോന്നിയിട്ടില്ലേ? കനക ചേച്ചി മാധുരി ചേച്ചിയും കൂടെ ഒരു ജോത്സ്യനെ പോയി കണ്ടു എന്ന് പറഞ്ഞല്ലോ. കനകേച്ചി പറഞ്ഞോ? പോയി കണ്ടോ? കണ്ടു. എന്നിട്ട്? പാപഗ്രഹത്തിന്റെ സ്വാധീനമുള്ള ഒരാള് ഈ വീട്ടിലുണ്ടെന്നാ പറയുന്നത്. ചില വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വിശദമായിട്ടൊരു ചാർത്തും തന്നിട്ടുണ്ട്. ചേച്ചി അത് ആനന്ദേട്ടനോട് പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞാലോ എന്ന് കരുതി. പക്ഷെ ചേച്ചി ആനന്ദേട്ടനോടും അമ്മയോടും അത് പറ. അല്ലെങ്കിൽ ഞാൻ പറയണോ? വേണ്ട, സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. അതാദ്യം കഴിയട്ടെ.
ഒരുപക്ഷെ അപ്പൊ എല്ലാത്തിനും ഒരു മാറ്റം വന്നാലോ? അല്ല, പാപഗ്രഹത്തിന്റെ സ്വാധീനമുള്ള ആള് എന്ന് പറഞ്ഞില്ലേ, അതാരാണെന്ന് പറഞ്ഞോ? ഇല്ല. ചോദിച്ചില്ലേ? ഇല്ല മധു, ആരായാലും ഈ വീട്ടിൽ അംഗമല്ലേ, പുറത്തുള്ള ഒരാളാവില്ലല്ലോ. അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഹാരം ചെയ്യണം, അതാ വേണ്ടത്. ഇവരെന്തായാലും പൂജയും മന്ത്രമായിട്ട് നടക്കട്ടെ. അതിനിടയിൽ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനും ചെയ്യാം. കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിച്ചതിന്റെ അടിസ്ഥാനം കമ്മീഷണറും നന്ദഗോപനും തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഏകദേശം മനസ്സിലായി. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. കിട്ടാനുള്ള കാശിന് വിലപേശാൻ അതറിയുന്നത് വളരെ പ്രധാനമാണ്. ആ കമ്മീഷണറെ ഒന്ന് വിളിച്ചു നോക്കിയല്ലോ. ഇനി അയാളുമായുള്ള എന്റെ ബന്ധം ചികഞ്ഞ് ആരും വരരുത്. ഹലോ. ആ അച്ഛാ, ഞാനാ പൂജ. ആ എന്താ മോളെ? എനിക്ക് അച്ഛനൊന്ന് കാണണം. അതിനെന്താ, മോളിങ്ങോട്ട് പോരെ. അത് വേണ്ട അച്ഛാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. പുറത്തു വെച്ചോ? എന്താ മോളെ, എന്താ ഇത്ര അത്യാവശ്യം? അത് നേരിട്ട് കാണുമ്പോ പറയാം. നാളെ 11 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ വിളിക്കാം. അപ്പൊ അച്ഛൻ വന്നാ മതി. ആ ശരി മോളെ. ശരി. ഞാനും മധുവാന്റെ അമ്മയും സംസാരിച്ചോണ്ടിരിക്കുമ്പോ പൂജിച്ച് കയറി വരികയായിരുന്നു. നിങ്ങള് ഗ്യാസ് സ്റ്റവ് തുറന്നു വെച്ച കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. മനഃപൂർവ്വം സംസാരിക്കാതിരുന്നത് കൂടിയാ. അടുക്കളയിൽ നിന്ന് പൂജിച്ച് വരുന്നത് ഞാൻ കണ്ടതാ. മതി, ഇനി ആ വിഷയമൊന്നും പറയണ്ട. ആരും താൻ പറയുന്നത് വിശ്വസിക്കണമെന്നൊന്നുമില്ല. അതെ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും പൂജിച്ചിക്ക് എല്ലാവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നതിലാ എനിക്ക് അത്ഭുതം. പൂജേച്ചി അങ്ങനെ ഒരിക്കലും വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല. ഒരാൾക്ക് ഇങ്ങനെ മാറാൻ കഴിയൂ? ഇനി എങ്ങനും വസന്തരങ്ങൾ പറഞ്ഞതായിരിക്കോ ശരി? എന്തോന്നു ഇത് വേറെ ആളാണെന്ന്? എന്തുകൊണ്ടായിക്കൂടാ? സ്വഭാവവും രീതികളും വെച്ച് വ്യത്യാസം തോന്നുന്നില്ലേ? എടോ, എനിക്കും തനിക്കും വസന്തനങ്ങളും മധു ആന്റിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അച്ചമ്മയ്ക്കോ അമ്മയ്ക്കോ അച്ഛനും തോന്നുന്നുണ്ടോ? എന്തിന് ഒരേ മുറിയിൽ ഒരേ കട്ടിൽ കിടന്നുറങ്ങുന്ന അർജുനേട്ടന് തോന്നുന്നുണ്ടോ? അത് ചിലപ്പോ അങ്ങനെ പെരുമാറാനുള്ള കഴിവ് കൊണ്ടാണെങ്കിലോ? എടോ, അങ്ങനെ കള്ളത്തരം കാണിച്ച് എത്ര നാൾ കഴിയാൻ പറ്റും? ഇത് പൂജിച്ചിയുടെ സ്വഭാവത്തില് എന്തോ കാതലായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അതാ കാര്യം. എന്ത് മാറ്റമാണെങ്കിലും ഇനി നമ്മളെ കൂടി ബാധിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. എങ്ങോട്ടും പോവാതെ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമുക്കുണ്ടായത് കണ്ടതല്ലേ. അപ്പൊ ഇവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയ എന്താവും? താനൊന്ന് സമാധാനിക്കേ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോയാലും പ്രശ്നം. എന്ത് പ്രശ്നം? ഇപ്പോഴത്തെ പൂജച്ചിയുടെ സ്വഭാവം വെച്ച് ഇവിടെ നടന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ തലയിൽ കെട്ടിവെക്കും. അച്ഛമ്മ അമ്മ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതിന് നമ്മളത് സമ്മതിക്കാതിരുന്നാ പോരെ? ചെയ്യാത്ത കുറ്റം എന്തിനാ നമ്മളെ ഏറ്റെടുക്കണം? അതൊക്കെ പിന്നീടത്തെ കാര്യമല്ലേ. ആരോപിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്തോ കാര്യമായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. എന്ന് വെച്ചാ
നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു പ്രശ്നം. മുമ്പ് സാക്ഷി കൊല്ലപ്പെട്ടതുപോലൊരു മരണം സാക്ഷി കൊല്ലപ്പെട്ടപ്പോഴും പൂജിച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ അന്ന് കോടതിയിലും മധു ആന്റി പറഞ്ഞതുപോലെ പൂജിച്ചിക്ക് അതിൽ പങ്കുണ്ടാവോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സ്നേഹ. ഒരു കാര്യം മാത്രം ഉറപ്പാ, നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിയുമെങ്കിൽ അത് നേരത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. കുഴപ്പമുണ്ടാക്കുന്നത് ആരാണെങ്കിലും തെളിവോടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റണം. പക്ഷെ അതെങ്ങനെ? വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. അവള് നീയാണ് തുറന്നു വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞപ്പോ നിന്റെ നാക്കവിടെ പോയിരുന്നു. ഒരു നിമിഷം ഞാൻ പകച്ചുപോയി വസന്തേട്ടാ. സത്യം പറഞ്ഞ അതിന് കുറച്ചു മുമ്പ് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് പുറത്തേക്ക് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യാൻ ചെയ്തായിരുന്നു. അപ്പോ സ്നേഹ പറഞ്ഞത് തന്നെയാണോ സത്യം? പക്ഷേ സ്നേഹ അവളെ കണ്ടു എന്നുള്ളത് പൂജ അംഗീകരിക്കുന്നില്ലല്ലോ. അവള് പറയുന്നത് സ്നേഹ നുണ പറയാന്നാ. ആരോ ഒരാൾ നുണ പറയുന്നുണ്ട്. അതാരാണെന്ന് കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടെത്താനൊന്നുമില്ല. വസന്തേട്ടൻ മുൻപ് പറഞ്ഞത് തന്നെയാ ശരി. ഇവിടെ ഉള്ളത് പൂജ അല്ല. അത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. എനിക്കൊരു സംശയം വസന്തേട്ടാ. ആകസ്മികമായി ഗ്യാസ് തുറന്നു വിട്ടുപോയി എന്ന കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടാ ഇതൊക്കെ നടന്നെന്ന് വസന്തേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? എന്താ ഒന്നും പറയാത്തെ? അത് നടന്നത് മനഃപൂർവ്വം ആരെങ്കിലും കൊല്ലാൻ വേണ്ടി തന്നെയാണെങ്കിലോ? കൊല്ലേ? കേട്ടപ്പോ തന്നെ എനിക്ക് വിറയൽ വരുന്നു. നിന്റെ തലയില് ഒരു അശ്രദ്ധയുടെ കുറ്റം ചാർത്തി തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നതെന്ന് ഞാൻ കരുതുന്നില്ല മധു. അതിനു വേണമെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം. ഇത്രയും റിസ്ക് എടുക്കണോ? അപ്പം കൊല്ലാൻ തന്നെയാണെന്നാണോ വസന്തേട്ടൻ പറയുന്നത്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആരെ? ആരെ വേണമെങ്കിലും. ചിലപ്പോ നിന്നെ ആവാം. അയ്യോ, പൂജ എന്നെ കൊല്ലാൻ നോക്കുന്നോ? നീയല്ലേ പറഞ്ഞത് ഇത് പൂജയല്ല എന്ന്? എന്നാലും കൊല്ലാനൊക്കെ ഈ പൂജ എന്തിനും ശ്രമിക്കും. അതിനു മുമ്പ് ശരിക്കും ഇത് ആരാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. എങ്ങനെ? അതിനു പറ്റിയ ഒരാളുണ്ട്. ആര്? വിശ്വനാഥ് സാർ. സാർ ദേശാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. സാറിനോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിൽ വേഷം കെട്ടിയാലും ഇവള് പൂജയല്ലെങ്കിൽ വിശ്വനാഥ് സാറിന്റെ മുന്നിൽ പൊളിയുന്ന കാര്യം ഉറപ്പാണ്. നീ നോയിക്കോ. പൂജ പഴയതുപോലെ മിണ്ടുകയും കൂട്ടുവിടുകയും ചെയ്യുന്നില്ലെന്നാ ഇവളുടെ പരാതി. ഓ, അതിന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലേ? ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ പിന്നീട് ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോ ചേച്ചി എന്നെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടാച്ച. നോക്ക് മോളെ, മനുഷ്യരുടെ മനസ്സ് എപ്പോഴൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നു തോന്നിയാലേ ആരായാലും പതറിപ്പോവില്ലേ? ഒറ്റപ്പെടുത്താൻ നോക്കിയത് ഞങ്ങളെയല്ലേ അച്ഛാ? അതുകൊണ്ടല്ലേ മുക്കുപണ്ടങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചത്. നോക്ക്, ആ അധ്യായം കഴിഞ്ഞു. അത് ഇനി ചർച്ച ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഒന്നിക്കുമ്പോ ആദ്യം തമ്മിൽ ഇത്തിരി വിഷമവും പരിഭവവും ഒക്കെ കാണും. പൂജയുടെ പെരുമാറ്റത്തെ നീ അങ്ങനെ കണ്ടാ മതി. നിങ്ങൾ രണ്ടുപേരും ഈ വീടിന്റെ മരുമക്കളല്ലേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി തന്നെ എല്ലാവരും ഒന്നിച്ച് നിർത്തി കൊണ്ടുപോകേണ്ടത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? പകരം എല്ലാം ഇട്ടെറിഞ്ഞ് പോവുകയാണ് വേണ്ടത്. നീയും മകിലും നിന്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അവിടേക്ക് പോകുന്നത് ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെ അടർത്തി മാറ്റിക്കൊണ്ട് പോകുന്നത് പോലെ ആവരുത്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മോൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നാളെ മുതൽ നിങ്ങൾക്കും പൂജയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് നിങ്ങൾക്കിടയിൽ തന്നെ തീരണം. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. അച്ഛാ, ഞാൻ ഒരു പരാതിയുമായി വന്നതല്ല. അതെ, ഞാൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതായിരിക്കും ഈ വീടിനെ താങ്ങി നിർത്താവുന്ന ഏറ്റവും വലിയ ശക്തി. കഴിഞ്ഞ 10-30 കൊല്ലമായി മാധുരി ഈ വീട് നോക്കിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും എനിക്ക് ഈ വീട്ടിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. വഴക്കോ പരിഭവമോ പിണക്കോ എന്തു തന്നെയായാലും ഒരു രാത്രിയിൽ കൂടുതൽ നീണ്ടു നിൽക്കാൻ മാധുരി സമ്മതിക്കുകയില്ല. എന്റെ മരുമക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം.
സോറി അച്ഛ, ഞാനായിട്ട് ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. മോള് കുഴപ്പമുണ്ടാക്കിയെന്നല്ല അച്ഛൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നന്നായി. എന്നാ മാതിരി ആ നീ ചെന്നൊരു ചായ എടുക്ക്. ഞാൻ ചായയുടെ അച്ഛ. അതെ, ആനന്ദേട്ടന്റെ ചായ സ്പെഷ്യലാ. അത് ഞാൻ ഇട്ടാലേ ശരിയാവും. ആയിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കാലോ. അതാ ഓക്കെ. വാ. എന്താ അച്ഛനുള്ള സ്പെഷ്യൽ ടീയിലെ ഇൻഗ്രീഡിയൻസ്? അതൊക്കെ നീ കണ്ടോ? ഏലക്കയും ഗ്രാമ്പൂട്ട് മസാല ടീ ആക്കുന്ന ഏർപ്പാടല്ലേ? അതൊന്നും അല്ലടി. വാ. എന്നാ പിന്നെ ഹെർബൽ ടീ ആവോ അല്ലേ? അല്ല, അതെ, അതൊരു സ്പെഷ്യൽ മാധുരി ടീയാ. വാ. ശ്രേ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്നത് കാണാൻ പോവാകില്ലേ? തൽക്കാലം കൊണ്ടു വാ. ഓ, പോയിട്ട് വാ മോളെ. അപ്പൊ ടീ നീ വന്നിട്ട് ആ സ്പെഷ്യൽ ഐറ്റം ചേർക്കൂ. പോരെ? അത് മതി. ആഹാ, ഇത് ഇത്ര പെട്ടെന്ന് വന്നോ? കുളി കഴിഞ്ഞിടാൻ പോകുന്ന ഡ്രസ്സ് മാച്ച് ഉണ്ടോന്ന് നോക്കാൻ വിളിച്ചതാമേ. ഒറ്റയടിക്ക് രണ്ടെണ്ണം തീർന്നു കിട്ടണേ ഭഗവാനെ. അമ്മേ, അമ്മേ, ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ അമ്മേ, ലീക്ക് ചെയ്യുന്നുണ്ട്. അമ്മേ, സ്റ്റൗ ഓണാണല്ലോ. അമ്മ പുറത്തേക്ക് പോ. അത് വേണ്ട. അമ്മ ചെന്ന് എല്ലാരും വിളിക്ക്. ചെല്ലമ്മേ. മോളെ, ഞാൻ ചെല്ല. മോനെ, അർജുൻ, അർജുൻ. എന്താ എന്താ മാധുരി, എന്താ? അമ്മ, ഗ്യാസ് ആരോ തുറന്നിട്ടിട്ട് പോയി. അടുക്കളയിൽ മുഴുവൻ ലീക്കായി. സ്നേഹമോള് കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും സ്നേഹമോളും കത്തിപ്പോയേനമ്മേ. ഈശ്വര, ആരായി മഹാപാപം ചെയ്തത്? എന്താ മാതിരി? അത് അതെ, ഗ്യാസ്. അമ്മ പറയും. ഗ്യാസ് ഓർന്നുവിട്ട് ഇവരെ കൊല്ലാൻ നോക്കിയെന്ന്. കൊല്ലാൻ നോക്കിയെന്നോ? ആര്? ഹ, അതറിയാമെങ്കിൽ ആ ആളെ ഇവിടെ വെച്ച് പൊറപ്പിക്കോ? എന്താ സ്നേഹം ഉണ്ടായേ? ഞാൻ അടുക്കളയിൽ വന്നപ്പോ ഒരു മണം തോന്നി. നോക്കിയപ്പോ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോ ഇനി ആരെങ്കിലും ഓഫ് ചെയ്തപ്പോ മുഴുവനായിട്ട് ഓഫ് ആകാതിരുന്നതാണെങ്കിലും മതി. ഇത്ര നാളും ഇവിടെ അടുക്കള ഉപയോഗിച്ചിട്ട് നടക്കാതിരുന്നത് ഇപ്പൊ എങ്ങനെ സംഭവിക്കാനാ? എന്താ അച്ഛമ്മ കാര്യം? ഗ്യാസ് ആരോ തുറന്നു വിട്ടു മോളെ. അയ്യോ, അല്ല മാധുരി, ആരാ അടുക്കളയിൽ അവസാനം വന്നുപോയത്? മധു ആന്റി ആണല്ലോ. എന്താ എന്നെ പറ്റിയൊരു സംസാരം? നീയാണോ ഗ്യാസ് തുറന്നിട്ട് പോയത്? ഞാനോ? എന്തിന്? അടുക്കളയിൽ അവസാനം കയറിയതാരാ? നീയല്ലേ? ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തല്ലോ. എന്നിട്ട് നീ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മധു? ഗ്യാസ് മുഴുവൻ ലീക്കായി അടുക്കളയിൽ പരന്നിരിക്കുകയായിരുന്നു. സ്നേഹ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. ഞാൻ ഓഫ് ചെയ്താണ് ആനന്ദേട്ടാ. മധുവിന്റെ എപ്പോഴാ വെള്ളം തിളപ്പിക്കാൻ പോയത്? ഞാൻ അത് കഴിഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോ നിന്നെ കണ്ടതാണല്ലോ. അപ്പൊ അതിനുശേഷമാണല്ലോ.
പൂജിച്ചിയെ അടുക്കളയിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടത്. ഓഹോ, അത് ശരി. അപ്പോ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്കിട്ട് പാര പണിയാൻ നോക്കുകയാണല്ലേ? ഞാൻ പൂജിച്ചിയെ അടുക്കളയിൽ നിന്ന് വരുന്നത് കണ്ടതല്ലേ? ദേ, പച്ചക്കള്ളം. ഞാന് മുറിയിൽ ഇപ്പോഴാ പുറത്തിറങ്ങിയത്. മാറും. കണ്ടില്ല അച്ഛമ്മേ, ഒന്ന് കഴിഞ്ഞപ്പോ ഒന്ന്. എന്നെ ഇവിടെ എല്ലാരും കൂടി ഇട്ട് ദ്രോഹിക്കുന്ന എന്തിനാ? സ്വർണത്തിന്റെ കാര്യത്തില് ഞാൻ ഇവരെ കൈയോടെ പിടിച്ചതിന്റെ പക തീർക്കാനാ ഇപ്പോ ഗ്യാസിന്റെ കഥയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അടുക്കളയിലേക്ക് ഇന്ന് വന്നിട്ടേ ഇല്ല. പൂജിച്ചി ഞാൻ കണ്ടതാണല്ലോ. ദേ, പച്ചക്കള്ളം പറയല്ലേ സ്നേഹേ? കള്ളം പറയുന്നത് ഇപ്പൊ പൂജിച്ചിയാണ്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അച്ഛമ്മേ, ഞാൻ വീണ്ടും ആശ്രമത്തിലേക്ക് തന്നെ പൊയ്ക്കോളാം. ഓ, എനിക്ക് മതിയായി ഇതൊക്കെ കേട്ടിട്ട്. അത് വിട്. ചിലപ്പോ അറിയാതെ സംഭവിച്ചാണെങ്കിലോ? മധു, നീ ഓഫ് ചെയ്തപ്പോ മുഴുവനായിട്ട് അടഞ്ഞു കാണില്ല. പക്ഷേ സ്റ്റൗ മുഴുവനും തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ ഓഫ് ചെയ്തു എന്ന് 100% ഉറപ്പാ. ചിലപ്പോ ആരെങ്കിലും തുറന്നു കാണും. അത് ഞാനാണെന്ന് വരുത്തി തീർത്താ എല്ലാവർക്കും സമാധാനം കിട്ടുമല്ലോ. നീയാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ മോളെ. അത് ഞാനാണെന്ന് സ്ഥാപിച്ചു കിട്ടാൻ സ്നേഹിക്ക് കൂടുതൽ തിടുക്കം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് നീ തന്നെ ചെയ്തതല്ലെന്ന് എന്താ ഉറപ്പ്? എന്താ അമ്മേ, ഞാൻ ചോദിച്ചത് ശരിയല്ലേ? പൂജിച്ചി, നാവിന് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞേ എന്തും പറയരുത്. എന്താ മതി, പറയുന്നത്? നിർത്ത്. അറിഞ്ഞോ അറിയാതെയോ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതിനെപ്പറ്റി ആരും ഇവിടെ മിണ്ടിപ്പോവരുത്. സ്നേഹം പൂജ റൂമിലോട്ട് പോയിക്കോ. വെറുതെ തർക്കിക്കാതെ പോവാനല്ലേ പറഞ്ഞത്? നീയും പോയിക്കോ. മാധുരി, എനിക്ക് ചായ വേണ്ട. കുറെ നേരത്തേക്ക് ആരും അടുക്കളയിൽ കയറിയും വേണ്ട. ചേച്ചി, ഞാനത് ഓഫ് ചെയ്തതാണ്, ഉറപ്പാണ്. എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്നോട് ആർക്കും ഒരു വിശ്വാസക്കുറവും ഇല്ല മോളെ. മാധുരി, ഇതേവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം കുടുംബത്തിൽ തുടങ്ങി. വന്നു കേറിയ പെണ്ണുങ്ങൾ തമ്മിൽ യുദ്ധം. അതിന് എവിടെ വരെ പോകും മാധുരി? എനിക്കറിയില്ല അമ്മേ. എന്തു പറ്റി പൂജ? ഏയ്, എന്തിനാ താൻ കരയുന്നത്? എന്താ ഇപ്പൊ ഇങ്ങനെ കരയാനുണ്ടായത്? അപ്പൊ ഇവിടെ ഉണ്ടായ ബഹളമൊന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല, ഞാൻ കുളിക്കായിരുന്നു. എന്തു പറ്റി? മധുവിന്റെ അടുക്കളയിൽ നിന്ന് വെള്ളം ചൂടാക്കി പോകുമ്പോ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു. കുറെ കഴിഞ്ഞ് അമ്മ ചായ വെക്കാൻ വന്നപ്പോ സ്നേഹിക്ക് ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അവൾ അത് ഓഫ് ചെയ്തു. അത് നല്ലതല്ലേ? ഒരു അപകടം ഉണ്ടാകാതെ കഴിഞ്ഞു കിട്ടിയില്ലേ? അതിന് തന്നെ ഈ ബഹളം ഉണ്ടാക്കുന്നത്? അടുക്കളയിൽ നിന്ന് അവസാനം പോയത് ആരാണെന്ന് ചോദിച്ചപ്പോ മധുവാന്റി പോകുന്നത് കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ സ്നേഹയും മധുവാന്റിയും കൂടി അത് ചെയ്തത് ഞാനാണെന്ന് വരുത്തി തീർത്തു. എനിക്ക് മനസ്സിലായില്ല. മനഃപൂർവ്വം ഗ്യാസ് തുറന്നിട്ട് അമ്മയെ കൊല്ലാൻ നോക്കിയത് ഞാനാണെന്ന്. അതിന് താൻ അടുക്കള പോയിട്ടില്ലല്ലോ. അത് പറഞ്ഞ മറ്റുള്ളവരൊക്കെ വിശ്വസിക്കണ്ടേ? ഞാൻ അടുക്കളയിൽ നിന്ന് വരുന്നത് കണ്ടു എന്ന് സ്നേഹം നുണ പറഞ്ഞു. അത് വിശ്വസിക്കാനാ എല്ലാവർക്കും താല്പര്യം. ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടില്ല അജുവേട്ടാ. എന്നിട്ടും പൂജ, കരയാതിരിക്കേ. എങ്ങനെ കരയാതിരിക്കും? ചെയ്ത കാര്യം എവിടെയും പറയാൻ ഞാൻ തയ്യാറാ. എന്റെ സ്വഭാവം അജുവേട്ടന് അറിയാലോ. അല്ല, അച്ഛനുണ്ടായിരുന്നില്ല അവിടെ? അതുകൊണ്ട് ചിലപ്പോ ഓഫ് ചെയ്തപ്പോ മുഴുവനായിട്ടുണ്ടാവില്ല എന്നും മനഃപൂർവ്വം സംഭവിച്ചതാവില്ല എന്നും അച്ഛൻ പറഞ്ഞതാ. പക്ഷെ സ്നേഹിക്കും മധുവാന്റിക്കും കൂടി അത് എന്റെ തലയിൽ കെട്ടിവെക്കാനാ തിടുക്കം. എനിക്ക് മതിയായി.
ആശ്രമത്തിൽ പോയി നിന്നാലോ എന്ന് വരെ തോന്നി തുടങ്ങി. ആ, എന്തായാലും സമാധാനിക്ക്, നമുക്ക് നോക്കാം. എന്ത് നോക്കാൻ? എടോ, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാതെ നമുക്ക് നോക്കാന്ന്. ഞാൻ ഏതായാലും അച്ഛനൊന്ന് കാണട്ടെ. എടോ, ഒന്ന് സമാധാനപ്പെട്.